ക്വാളിറ്റി ലവേഴ്സ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ വണ്ടി വാഷ് ചെയ്യുന്നതാണ്. മൂവാറ്റുപുഴയിൽ പ്രവർത്തിക്കുന്ന മൊബി വാഷ് എന്ന കാർ വാഷിംഗ് യൂണിറ്റിനെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ അവരെത്തുന്നതായിരിക്കും. അപ്പോൾ അതേ നമ്മൾ വിളിച്ച മൊബി വാഷിൻ്റെ യൂണിറ്റ് നമ്മൾ വിളിച്ച സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഇന്ന് വാഷ് ചെയ്യാനായിട്ടാണ് നമ്മൾ വിളിച്ചേക്കുന്നത്. ഇതാണ് മൊബി വാഷിൻ്റെ വാഹനമാണ്. അവരൊരു മാരുതി ഒമ്നിയിലാണ് ഇതെല്ലാ സാധനങ്ങളോട് സെറ്റ് ചെയ്തിരിക്കുന്നത്. മൂവാറ്റുപുഴയിൽ നിന്നും 8 കിലോമീറ്റർ ദൂരത്തുള്ള എല്ലാ ഭാഗങ്ങളിലും എവിടെ നിന്ന് നിങ്ങൾ ഫോൺ വിളിച്ചാലും അല്ലെങ്കിൽ ഇവരുടെ ആൻഡ്രോയിഡിൽ ആപ്പുണ്ട്, ആപ്പിൽ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതായിരിക്കും. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ 8 കിലോമീറ്റർ ദൂരത്തുള്ള ഏത് സൈഡിലും വന്നു നിങ്ങളുടെ വണ്ടി കിടക്കുന്ന സ്ഥലത്ത് വന്ന് ഈ വണ്ടി ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം കഴുകി തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ജിനു പറയും ബാക്കി കാര്യങ്ങളെല്ലാം. ഇപ്പോൾ നമ്മുടെ ഇതിനകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് ഫുൾ വാഷിംഗ് ആണ്. അത് ഫോം വാഷിംഗ് ചെയ്യുന്നുണ്ട്, ഇൻറ്റീരിയർ സ്റ്റീമിംഗ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഫുൾ വാഷിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്റ്റീരിയർ, ഇൻറ്റീരിയർ, എൻജിൻ റൂം, അണ്ടർ ബോഡി ഇത്തരം കാര്യങ്ങൾ അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഇൻറ്റീരിയർ വാഷിംഗ് ആയിട്ട് ചെയ്യുന്നുണ്ട്, എന്നുവെച്ചാൽ ഉള്ളിൽ ഫോം ചെയ്ത് വാഷ് ചെയ്തെടുക്കുന്നത് റെക്സിങ് കാര്യങ്ങൾ. അതുപോലെയുള്ള പോളിഷിങ് നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് വീട്ടിൽ ചെന്ന് ചെയ്യുന്നില്ല. അതിൻ്റെ സമയം കൂടുതലെടുക്കുന്ന വർക്കായതുകൊണ്ട് നമുക്ക് അവിടെ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മളത് എടുത്ത് വർക്ക്ഷോപ്പിലേക്ക് എടുത്ത് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഈ രണ്ട് ഫീച്ചേഴ്സാണ് നമ്മൾ ചെയ്യുന്നുള്ളത്. ഇപ്പോൾ പോളിഷിങ് മാത്രം നമുക്ക് വണ്ടി കിടക്കുന്ന സ്ഥലത്ത് ചെയ്യാൻ പറ്റാത്തുള്ളൂ. പോളിഷിങ്, അണ്ടർ ബോഡി പെയിന്റിങ് അങ്ങനെയുള്ള വർക്കുകളെല്ലാം നമ്മൾ വേറെ കൊടുത്ത് ചെയ്യിക്കുന്നുണ്ട്. ശരി, അതെല്ലാം നമ്മൾ ചെയ്തു തരുന്നുണ്ട്. ഇപ്പം നോർമലി ഒരു കസ്റ്റമറെ സംബന്ധിച്ച്, ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ വണ്ടി കഴുകാനായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ അവിടെ വന്നിട്ട് വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും അണ്ടർ ബോഡി ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റില്ല. ഒരു സർവീസ് സെന്ററിൽ കൊടുത്ത് എങ്ങനെ ഒരു വാഷിങ്ങിന് കൊടുക്കുന്നു അത് ചെയ്ത് എങ്ങനെ കിട്ടുന്നു അതുപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം ചെയ്ത് നമുക്ക് എടുക്കുന്നതിനായിട്ട് മൊത്തം നമുക്ക് എത്ര സമയം എടുക്കുന്നു? ഒരു ഹാഷ് ബാക്ക് വണ്ടികളൊക്കെ ആണെങ്കിൽ 1 hour, 1 മണിക്കൂർ കൊണ്ട് നമുക്ക് മൊത്തം കഴിയെടുക്കാം, ഫുൾ വാഷ് ചെയ്ത്. ശരി, ഇത് പറഞ്ഞ ഫെസിലിറ്റി നമുക്ക് എവിടെയെങ്കിലും ഇട്ട് ചെയ്യാനുള്ള ഒരു അവകാശം മാത്രം കിട്ടിയാൽ മതി. ഓക്കെ, ഇൻ കേസ് നമുക്ക് വെള്ളത്തിൻ്റെ കാര്യങ്ങളിലെ അപാകതകൾ ഉണ്ടെങ്കിൽ തന്നെ അതിപ്പോൾ നമുക്ക് ബാധകമല്ല. ഞങ്ങൾ വെള്ളം കാര്യങ്ങളെല്ലാം ക്യാരി ചെയ്യുന്നുണ്ട്. ശരി, കേസ് കസ്റ്റമർ തന്നെ ഇപ്പോൾ നമ്മൾ ചില വീടുകളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തന്നെ അതിൻ്റെ കറണ്ടും വെള്ളവും എടുക്കാൻ സമ്മതിക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ നമ്മളെ ചാർജിൽ ചെറിയൊരു വിട്ടുവീഴ്ചകൾ ചെയ്ത് കൊടുക്കും. നമ്മുടെ ജനറേറ്റർ യൂസ് ചെയ്യാതെ തന്നെ അവിടുത്തെ കറണ്ട് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും വീടുകളിലാണ്. ഓക്കെ. അപ്പോൾ ശരിക്കും ഈ യൂണിറ്റ് കൊണ്ട് നമുക്ക് ഒരു നേരത്തെ എത്ര വണ്ടി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കഴുകാം? കണ്ടിന്യൂസ് നമുക്ക് ഹാഷ് ബാക്ക് ചെറിയ വണ്ടികളൊക്കെ ആണെങ്കിൽ ഒരു 5 വണ്ടി വരെ കിട്ടും. 5 വണ്ടി വരെ നമുക്ക് ഒരു ടൈം ചെയ്യാം. ഇപ്പോൾ ഏത് വണ്ടിയുടെ ആണെങ്കിലും നമുക്ക് അണ്ടർ ബോഡി വാഷിംഗ് ചെയ്യാൻ പറ്റും. വളരെ ലോ ഫ്ലോർ ആയിട്ട് ചെയ്യാൻ പറ്റും. ചെറിയ ഇതാണെങ്കിലും ചെയ്യാൻ പറ്റും. സിംഗിൾ നോസൽ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കിടന്ന് ചെയ്യാം. ശരി. അപ്പോൾ നമുക്ക് ഈ വണ്ടിയിൽ കാര്യങ്ങളും ഇതിനകത്തുള്ള മെഷീനറീസും കാര്യങ്ങളും എല്ലാം നമുക്കൊന്ന് കാണാം. അപ്പോൾ ജിനു തന്നെ തുറന്നു. പിന്നെ നമുക്ക് വലിയ കാര്യങ്ങളായിട്ടുള്ളതൊന്നുമില്ല, ചെറിയ പർപ്പസിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത്. ഒരു ജനറേറ്റർ ഉണ്ട്, അത് 6500 വാട്ട്സിൻ്റെ ആണ്. 6500 വാട്ട്സ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെഷീൻ ഉപയോഗിക്കുന്നത് 180 ബാർ പ്രഷറുള്ള 2500 വാട്ട്സിൻ്റെ മെഷീനാണ്. അപ്പോൾ നമുക്ക് അറ്റ് എ ടൈം അതും വാക്യൂം ക്ലീനറും കൂടെ ഉപയോഗിക്കണമെങ്കിൽ പവർ കൂടിയ ജനറേറ്റർ തന്നെ വേണം. ശരി, അതുകൊണ്ട് ജനറേറ്റർ പവർ കൂടി തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് ടോട്ടലിൻ്റെ ഒരു മെഷീനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ കാർസറിൻ്റെ ഒരു മെഷീൻ നമ്മൾ ക്യാരി ചെയ്യുന്നുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി ഒരു സ്പെയറിന് വെച്ചിരിക്കുന്നുണ്ട്. അതിൽ 400 ലിറ്റർ വാട്ടർ ടാങ്ക് ഉണ്ട്. പിന്നെ നമ്മളൊരു തട്ടടിച്ചു, അതിനകത്ത് സ്റ്റീമർ ഉണ്ട്, ഒരു ഫോഗിങ് മെഷീൻ ഉണ്ട്. നമുക്ക് സാനിറ്റൈസേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഫോഗിങ് മെഷീൻ നമ്മുടെ കയ്യിലുണ്ട്. വാക്യൂം ക്ലീനർ ഉണ്ട്. ഈ കാണുന്നതെല്ലാം നമ്മൾ പോളിഷിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസുകളാണ്. പിന്നെ വരുന്ന ഒരു അണ്ടർ ബോഡി ലാൻസ് നമ്മൾ സൈഡിൽ സപ്പോർട്ടിങ് വെച്ചിട്ടുണ്ട്. ഇത് അടിഭാഗം കഴുകാൻ ഉപയോഗിക്കുന്ന ഐറ്റം. അതെല്ലാം ഞാൻ എടുത്ത് കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുമ്പോൾ. പിന്നെ സ്പെയർ ഗണ്ണായിട്ടൊരു ഗണ്ണുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഡാമേജ് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളായതുകൊണ്ടാണ് അത് സെപ്പറേറ്റ് വെച്ചിരിക്കുന്നത്. അണ്ടർബോഡി നമുക്കിവിടെ കാണാം. നല്ല പവറുള്ള മെഷീനാണ്. സിംഗിൾ ഡോസിലുള്ള മെഷീനാണ് അവർ ഉപയോഗിക്കുന്നത്. അതിൻ്റെ സൈഡിലേക്ക് നമുക്ക് കാണാൻ നന്നായിട്ട് അതിന് ചെളി പോകുന്നുണ്ട്. അണ്ടർബോഡിയൊക്കെ നല്ല ചെളി പോകുന്നുണ്ട്. നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നല്ല പവർഫുൾ മെഷീനാണ്. അടിപൊളിയായിട്ട് ചെളിയൊക്കെ പോകുന്നുണ്ട്.
ഇതിൻ്റെ പവർ നമുക്ക് വെള്ളം സ്പ്രേ ചെയ്യണ കാണുമ്പോൾ തന്നെ കാണാം, നല്ല പവറിൽ അടിയിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ വണ്ടി ഇട്ടേക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു ഇത് കാരണം അതിൻ്റെ നോസിലിൻ്റെ ടയറിന് കംപ്ലൈൻറ്റ് വരുമോ എന്നുള്ളതാണ് ഡൗട്ട്. വണ്ടിയുടെ ടയറൊക്കെ ഒരു വാഷ് ചെയ്യുന്നതിന് അതിൻ്റെ ഒരു ടയർ അലോയി എല്ലാം ക്ലീൻ ആവുന്നതിനായിട്ട് അവർ ഫോം അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വണ്ടിയുടെ ഇടതുവശമാണ് ഇപ്പോൾ അണ്ടർ ബോഡി വാഷിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോളത്ത് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം, കോളത്തിന് നല്ല മടക്കുകളും ഒടിവുകളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ചെളി കയറിയിരിക്കുന്ന ഒരു വാഹനമാണ്. ഇപ്പോൾ നമ്മുടെ വണ്ടി ഇതിൻ്റെ പുറമാണ് കഴുകിക്കൊണ്ടിരിക്കുന്നത്. എക്സ്റ്റീരിയർ വാഷിംഗ് ആണ്. ഒരു മിക്സഡ് ടൈപ്പ് വാട്ടറും ഫോമും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു മെഷീനാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ഒരു മിക്സഡ് ടൈപ്പ് വാഷിംഗ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡോറുകളെല്ലാം ഓപ്പൺ ചെയ്ത് വെള്ളം അടിച്ച് തന്നെ കൊടുത്ത് തന്നെ ആണ് ഇവർ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഡംപ് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്നത്. നമ്മുടെ എക്സ്റ്റീരിയർ മൊത്തം നന്നായിട്ട് ഫോം എല്ലായിടത്തും സെറ്റ് ആവുന്നതിനും എല്ലായിടത്തും ചെളി നന്നായിട്ട് പോകുന്നതിനായിട്ട് അത് മാനുവലായിട്ട് തന്നെ. ഫോം അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള പിന്നെ വാട്ടർ വാഷ് ചെയ്തത് കളയുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എക്സ്റ്റീരിയറിൽ മൊത്തം ഒരു ഫോം അപ്ലൈ ചെയ്തിരുന്നു. ഫോം അപ്ലൈ ചെയ്ത് ഹാൻഡിൽ തന്നെ യൂസ് ചെയ്ത് റബ്ബ് ചെയ്ത് മൊത്തം എല്ലായിടത്തും പിടിപ്പിച്ചിരുന്നു. അതിപ്പോൾ മെഷീൻ വെച്ച് വാഷ് ചെയ്ത് കളയുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിച്ച് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ തുടച്ച് കളയുന്നതാണ് കാണുന്നത്. ഈ സമയം നമ്മുടെ മാറ്റ് അവിടെ കഴുകുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റ് എങ്ങനെയാണ് കഴുകുന്നത് വണ്ടിയുടെ മാറ്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നല്ല ക്ലീൻ ആയിട്ട് കഴുകുന്നുണ്ട്. നല്ല പവർഫുൾ മെഷീനാണ്. ഡാഷ്ബോർഡാണ് ഇപ്പോൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അതിന് 3Mന്റെ ഡാഷ്ബോർഡ് പോളിഷ് ചെയ്യുന്ന ഫോമാണ് ഇപ്പോൾ ഇവർ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഡാഷ്ബോർഡ് ക്ലീൻ ചെയ്യുന്നതാണ് കാണുന്നത്. നമ്മുടെ വണ്ടിയുടെ എക്സ്റ്റീരിയറായിട്ടുള്ള എല്ലാ വാഷിങ്ങും അവർ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മുടെ ഇൻറ്റീരിയർ വാഷാണ് വണ്ടിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ഇൻറ്റീരിയർ വാഷ് ഇവിടെ മെഷീൻ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് തന്നെ അവർക്ക് മറ്റൊരു കോൾ വന്നിരുന്നു. വേറെ വാഹനം വന്നിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ഈ അടുത്ത വാഷിങ്ങിനായിട്ട് അവർക്ക് വന്നേക്കുന്നതാണ്.
വണ്ടിയുടെ ഫ്ലോർ മാറ്റ് ഒക്കെ എടുത്ത് ആദ്യം നമ്മൾ കണ്ടിരുന്ന വാഷിങ്ങിന് ഇട്ടേക്കുവാണ്. ഫ്ലോർ എടുത്ത് കഴിഞ്ഞപ്പോൾ അതിൽ ചെയ്തിരിക്കുന്നത് വിനൈൽ ഫ്ലോറാണ് കാണുന്നത്. നന്നായിട്ട് അഴുക്കായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അവർ ഇൻറ്റീരിയർ വാക്യൂം വെച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൈഡിൽ റെക്സിലുണ്ടായിരുന്ന നല്ല അഴുക്കായിട്ടാണ് കിടക്കുന്നത്. അത് ഇപ്പം അതിൻ്റെ ഫോം അപ്ലൈ ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഫോം അപ്ലൈ ചെയ്തു, റബ്ബ് ചെയ്തപ്പോൾ കാണുന്നുണ്ട് നല്ല വളരെ നീറ്റായിട്ട് തന്നെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ വണ്ടി, നമ്മുടെ ആദ്യമോ കഴുക്കെല്ലാം കഴിഞ്ഞ് ഇവിടെ സെറ്റപ്പ് ആയിട്ട് കിടക്കുകയാണ്. ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ബോട്ടം വാഷിങ് എല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ്. ബോഡി എഞ്ചിൻ റൂം കാര്യങ്ങളെല്ലാം അടിച്ചിട്ടുണ്ട്. ഇൻറ്റീരിയർ വാക്കും ചെയ്ത് പോളിഷ് എല്ലാം ചെയ്ത് എടുത്തേക്കുന്നതാണ്. ഇത് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് വണ്ടി കാണുമ്പോൾ തന്നെ അറിയാം, നമ്മൾ ആദ്യം കൊണ്ടുവന്നതിൽ നിന്ന് വണ്ടി നല്ല വൃത്തിയായിട്ടുണ്ട്, നല്ല ക്ലീനിങ് ആയിട്ടുണ്ട്. നല്ല അലോയും എല്ലാം അവിടെ കാണുമ്പോൾ തന്നെ അറിയാം വണ്ടി നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ചെളിയെല്ലാം പോയി. എക്സ്റ്റീരിയറിലാണെങ്കിലും ഇൻറ്റീരിയറും എല്ലാം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇൻറ്റീരിയറൊക്കെ അവർ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് ഷീറ്റ് വരെ ഇട്ടിട്ടുണ്ട്, നല്ല ക്ലീൻ ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ജിനു പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ സീറ്റുകളെല്ലാം തന്നെ നന്നായിട്ട് ഇതായിട്ടിരിക്കുമായിരുന്നു, ചെളിയായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഈ സീറ്റിനകത്ത് തന്നെ കാണാം ഇവിടെ നല്ല ചെളിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സീറ്റുകളെല്ലാം ഒന്ന് ഇൻറ്റീരിയർ നല്ലതായിട്ട് ടൈം വേണം പോളിഷ് ചെയ്യുന്നതിനായിട്ട്. ഈ സീറ്റിലെല്ലാം കാണാം ഈ റെക്സിന് നന്നായിട്ട് ചെളിയുണ്ട്. അതിപ്പോൾ ഇവർക്ക് ചെയ്യാൻ ഒരു ടൈം കുറവുള്ളത് കൊണ്ടും വേറെ വാഹനങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് കൊണ്ടും മാത്രം നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പോൾ പോളിഷിംഗ് ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് ഇവരുടെ പോളിഷിങ്ങിൻ്റെ എന്ത് പവർ ഉണ്ട് എന്ന് കാണിക്കുന്നതിനായിട്ട് ഇതിനോടെ ഒരു സീറ്റ് മാത്രം ഇവിടെ ഒരു സാമ്പിൾ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഈ സീറ്റ് നേരത്തെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിരുന്നു, നല്ലതായിട്ട് മുഷിഞ്ഞിരിക്കുമായിരുന്നു. ഇത് പോളിഷ് ചെയ്ത് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ജിനു പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ വാഹനത്തിൻ്റെ എല്ലാ സീറ്റുകളും ഇതുപോലെ നല്ല കൃത്യമായിട്ട് നല്ല ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സീറ്റിൽ കാണാൻ നല്ലതായിട്ട് ചെളിയുണ്ട്, അത് ചെയ്തിട്ടില്ല, ഇത് പോളിഷ് ചെയ്യാത്ത സീറ്റാണ്. അപ്പോൾ ഇതിൻ്റെ റൂഫും എല്ലാം നന്നായിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ദിവസം കുറച്ച് നേരം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 1 മണിക്കൂറത്തെ ഈ ഒരു ടൈം പീരീഡിനകത്ത് നമുക്ക് സീറ്റ് പോളിഷിങ്, വണ്ടിയുടെ പോളിഷിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഇപ്പോൾ ഈ വാഹനം ശരിക്കും ഇതിൻ്റെ നമ്മൾ അണ്ടർ ബോഡി വാഷിങ് ചെയ്തിട്ടുണ്ട്, എൻജിൻ റൂം വാഷ് ചെയ്തിട്ടുണ്ട്, എക്സ്റ്റീരിയർ ഫുള്ള് വാഷ് ചെയ്തിട്ടുണ്ട്, ഇൻറ്റീരിയർ മൊത്തം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും സംഭവമാണ് ഇതിനകത്ത് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഈ വണ്ടി മൊത്തമായിട്ട് നമ്മൾ കണ്ടു, ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും നല്ലതായിട്ട് വൃത്തിയായിട്ടുണ്ട്. ഇനി ആരായാലും സ്വാഭാവികമായിട്ടും ചോദിക്കും, ഇത്രയൊക്കെ ഈ വാഹനം ചെയ്യുന്നതിന് ഈ 1 മണിക്കൂറിനുള്ളിൽ ഇതിനെന്താണ് ഇതിന് ചാർജ് വരുന്നതെന്ന്. ചാർജ് വരുന്ന കാര്യങ്ങൾ ജിനു തന്നെ പറയും. ഇപ്പം നമ്മൾ ഈ വണ്ടികൾ ഇങ്ങനെയുള്ള വണ്ടികളെല്ലാം നോക്കുമ്പോൾ ചെയ്യുന്നത് 650 രൂപ വെച്ച് വരും. ഈ സെഡാൻ സെഗ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 550. ഹാഷ് ബാക്ക് സെഗ്മെന്റ് അങ്ങനെയുള്ള വണ്ടികളെല്ലാം വരുമ്പോൾ 450 രൂപയ്ക്ക് നമ്മൾ ചെയ്തു. ഓക്കെ, ഈ പറഞ്ഞ എല്ലാം അതിനകത്ത് ഉൾപ്പെടെയാണ് കേട്ടോ. ബോഡി വാഷിങ്, അതുപോലെ എഞ്ചിൻ റൂം, അണ്ടർ ബോഡി, ഇൻറ്റീരിയർ, ശരി ഇത്രയും കാര്യങ്ങൾ ചെയ്താണ് ഈ റേറ്റ് തന്നെ വാങ്ങുന്നത്. ചെറു കാറുകളാണ് 450 രൂപയാണ് ജിനു ചാർജ് പറയുന്നത്. പിന്നെ നമ്മുടെ സെഡാൻ കാറുകൾ, ബാക്കിലേക്ക് നീണ്ട ഡിക്കിയുള്ള മോഡൽ വാഹനങ്ങളാണ് വരുന്നതെങ്കിൽ അതിന് 550 രൂപയാണ് ചാർജ് വരുന്നത്. ഇത് വലിയ വാഹനമാണ്, ഇത് നീളം കൂടിയ വാഹനമായതുകൊണ്ട് SUV, MPV ഇങ്ങനെയുള്ള കാറ്റഗറി വരുന്ന വാഹനങ്ങൾക്ക് ജിനു പറയുന്ന ചാർജ് 650 രൂപയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വാഹനത്തിൽ ശരിക്കും എന്താണെന്ന് ഹെഡ്ലൈറ്റിനെ കുറിച്ച് എല്ലാവരും ഇന്ന് അന്വേഷിക്കുന്ന ഒരു സംഭവമാണ്. ഹെഡ്ലൈറ്റ് റീസ്റ്റോർ ചെയ്യുന്നതിന് എവിടെയാണ് എത്രയും നല്ലൊരു സ്പേസ് ഉള്ളത്? ഒരു പുതിയ ഹെഡ്ലൈറ്റ് മേടിക്കുന്നതിന് എല്ലാവർക്കും തന്നെ അറിയാം വളരെയധികം റേറ്റ് ആവും. അപ്പോൾ നമ്മുടെ വണ്ടിയിലിരിക്കുന്ന ജെന്യൂൻ ആയിട്ടുള്ള ഈ ഒരു ഹെഡ്ലൈറ്റ് അവോയ്ഡ് ചെയ്യാതെ അതിൻ്റെ എക്സ്റ്റീരിയറിൽ വന്നിരിക്കുന്ന ആ പൂപ്പലും സംഭവം കളഞ്ഞ് അതിനെ വളരെയധികം നന്നായിട്ടൊന്ന് റീസ്റ്റോർ ചെയ്തെടുക്കുന്നതിനും
ഈ നിങ്ങൾക്ക് മൊബി വാഷിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവർ ഹെഡ്ലൈറ്റിൻ്റെ റീസ്റ്റോറേഷനും അവർ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ മൊബി വാഷിനെ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതിനായിട്ട് ഇവർക്ക് ഫേസ്ബുക്കിൽ പേജുണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും പേജുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് ഇവർക്ക് ആൻഡ്രോയിഡിൻ്റെ ആപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. iOSൻ്റെ ആപ്പ് എത്രയും പെട്ടെന്ന് തന്നെ റെഡി ആവുന്നതാണെന്നാണ് ഇവർ അറിയിച്ചിരിക്കുന്നത്. പിന്നെ ഇവരെ കോൺടാക്ട് ചെയ്യുന്നതിനായിട്ടൊരു മൊബൈൽ നമ്പർ നേരത്തെ ഞാൻ കാണിച്ചിരിക്കുന്നു. ഈ ഡീറ്റെയിൽസും ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ എല്ലാവരും ഇനി മൂവാറ്റുപുഴ പരിസരങ്ങളിലുള്ള എല്ലാ വാഹനങ്ങൾക്കും ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഇവർ വന്ന് എത്രയും പെട്ടെന്ന് ഈ വാഹനം കഴുകി ക്ലീൻ ചെയ്ത് ഇതുപോലെ നല്ല സുന്ദരനാക്കി തരുന്നതായിരിക്കും. ഇന്ന് ക്വാളിസ് ലവേഴ്സ് കേരള ഒരു വാഹനം കഴുകുന്നതിനായിട്ടുള്ള ഒരു ഡോർ വാഷിംഗ് യൂണിറ്റിനെയാണ് പരിചയപ്പെടുത്തിയത്. എല്ലാ ദിവസവും നമ്മൾ പരിചയപ്പെടുത്തുന്നത് വാഹനങ്ങളുടെ ക്വാളിസിൻ്റെ പല വേരിയൻറ്റുകളുടെ റിവ്യൂ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇതിന് നമുക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നതും ഇന്നത്തെ കാലത്ത് ഒരു വാഹനം സാനിറ്റൈസ് ചെയ്യുക, വാഷ് ചെയ്യുക, ഇതൊക്കെ വളരെ അനിവാര്യമായ ഒരു സാഹചര്യമാണ് ഈ സമയം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ വളരെയധികം പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്വാളിസ് ലവേഴ്സ് കേരളയുടെ ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആൻഡ്രോയിഡിൽ യൂസ് ചെയ്യുന്ന മൊബി വാഷിൻ്റെ ആപ്പാണ് കാണുന്നത്. ഇതാണ് ആപ്പിൻ്റെ UI കാണുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആപ്പ് ഓപ്പൺ ആവുന്നതായിരിക്കും. ഓക്കെ. ഇപ്പോൾ നമ്മൾ ആപ്പിൻ്റെ ഫ്രണ്ട് സ്ക്രീൻ വന്നിരിക്കുന്നു. അതിൽ നമുക്ക് ബുക്കിംഗ് കൺഫേം ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ട്. അതിൽ ബുക്ക് നൗ കൊടുത്തു കഴിയുമ്പോൾ നമുക്കിത് ഇങ്ങനെ അതിനകത്ത് അതായത് മൊബി ആപ്പ് ചെയ്യുന്ന, അതായത് മൊബി വാഷ് ചെയ്യുന്ന ഓരോ ഫീച്ചേഴ്സും കാര്യങ്ങളും അതിൻ്റെ റേറ്റുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ കിടപ്പുണ്ട്. ഇൻറ്റീരിയർ ക്ലീനിങ്ങിന് എത്രയാണ്, എക്സ്റ്റീരിയർ ക്ലീനിങ്ങിന് എത്രയാണ്, റേറ്റുകളെല്ലാം നമുക്ക്